ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. കാരണം ഞാൻ കുറേ മെഹന്തി ഡിസൈനിങ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എന്നോട് കുറേ പേര് ആവശ്യപ്പെട്ടിരുന്നു, അതായത് അതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കാണിച്ചു തരുമോ ചേച്ചി, മെഹന്തി എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണിത്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ മെഹന്തി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ടീ പൗഡറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കോഫി പൗഡറും ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തിളച്ച് തിക്കായിട്ട് ഉള്ളൊരു വെള്ളമാണ് ഞാനിവിടെ തിളപ്പിച്ചെടുക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ മെഹന്തി കലക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് നല്ലപോലെ ആറിയ ശേഷം മാത്രമേ ഇത് മെഹന്തിയിലേക്ക് ഒഴിക്കാവൂ. ഇല്ലെങ്കിൽ മെഹന്തി ചോക്കില്ല എന്ന് മാത്രമല്ല, അത് ആകെ കേടുവന്ന് പോകും. അപ്പോൾ അതൊന്നും ചെയ്യാൻ നിൽക്കരുത്. നല്ലപോലെ തിളച്ച് നല്ലോണം ആറിയ ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാവൂ. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഷുഗറും കൂടി ചേർക്കുന്നുണ്ട്. ഷുഗറും നമ്മുടെ മെഹന്തിക്ക് നല്ലൊരു കളറ് കിട്ടുന്നൊരു ഏജൻറ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഈ ഒരു വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം അരിച്ചെടുക്കണം. ഇത് അരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കോണിൽ ചെയ്യണ സമയത്ത് അരിച്ചില്ലെങ്കിൽ ഈ ഒരു തരിയൊക്കെ കിടന്നാൽ നല്ലപോലെ കോൺ സ്ക്വീസ് ചെയ്താൽ വരില്ല പുറത്തേക്ക്. അപ്പോൾ അത് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ അരിച്ചെടുക്കണം. മെഹന്തി പൗഡർ ഇതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മെഹന്തി പൗഡർ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഓർഗാനിക് രാജസ്ഥാനി മെഹന്തി പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഓർഗാനിക് മെഹന്തി പൗഡർ തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അടുത്ത് ഞാൻ നമ്മുടെ വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കോഫി പൗഡറും ടീ പൗഡറും കൂടെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്. ഷുഗറും കൂടി ആഡ് ചെയ്ത് തിളപ്പിച്ച വെള്ളം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ എസൻഷ്യൽ ഓയിൽ ആവശ്യമുണ്ട് നമുക്ക്. ഞാനിവിടെ എടുത്തിട്ടുള്ള എസൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് യൂക്കാലിപ്റ്റസ് ഓയിലാണ് കേട്ടോ. നമുക്ക് ഏത് എസൻഷ്യൽ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ലാവൻഡർ ഓയിൽ, അതുപോലെ പലതരത്തിലുള്ള എസൻഷ്യൽ ഓയിൽസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. മാത്രമല്ല, നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ബ്രാൻഡിൻ്റെ എസൻഷ്യൽ ഓയിൽ തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഇതിലേക്ക് ആ ഒരു വെള്ളം മിക്സ് ഒഴിച്ച് കൊടുത്തു. നല്ലപോലെ ഇനി കലക്കിയെടുക്കാൻ പോവാണ്. കോണിലേക്ക് ആക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ നല്ലൊരു കൺസിസ്റ്റൻസി, ഫ്ലോയിങ് കൺസിസ്റ്റൻസി തന്നെ വേണം ഈ ഒരു കോൺ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മുടെ മെഹന്തി നല്ലപോലെ കുഴച്ചെടുക്കുകയാണ്. ഒരുപാട് വെള്ളമായി പോകാനും പാടില്ല, എന്നാൽ നല്ല കട്ടിക്കിരിക്കാനും പാടില്ല. ആ ഒരു ഇടയിലുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലോണം കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ എസൻഷ്യൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ യൂക്കാലിപ്റ്റസ് ഓയിലാണ്. എനിക്കതിൻ്റെ ഫ്രാഗ്രൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ യൂക്കാലിപ്റ്റസ് ഓയിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള എസൻഷ്യൽ ഓയിൽ എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് നല്ലൊരു കളറും തരും, മാത്രമല്ല നല്ല ഫ്രേഗ്രൻസും ആയിരിക്കും നമ്മുടെ മെഹന്തി കോണിന് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ട പാടില്ല. ഇത് കലക്കി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഒട്ടും തന്നെ തരിയില്ലാതെ കലക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഞാനിത് കോണിലേക്ക് ആക്കാൻ പോവാണ്. ഞാനിത് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഇത് കലക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മക്കളെങ്ങാനും വന്ന് കയറി പിടിക്കാനും അത് അവരെ തട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് ഇത് പുറത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുള്ള കോണിലേക്ക് ഞാനിവിടെ നമ്മുടെ മെഹന്തി കലക്കി വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഞാനിനി നമ്മുടെ കോണൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. ഞാനിത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുഞ്ഞു നാത്തൂൻ്റെ കയ്യിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാ കോണ് നല്ല രീതിക്ക് തന്നെ വർക്കിംഗ് ആണ്. നല്ല പോലെ നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട് മെഹന്തി. ഇതാ നല്ല ഡിസൈനായിട്ട് ഞാനിവിടെ അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്. ആമസോണിലൊക്കെ നമ്മുടെ ഈ എസൻഷ്യൽ ഓയിൽ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ തരത്തിലുള്ള എസൻഷ്യൽ ഓയിൽസും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഇടുന്നതിന് മുൻപായിട്ട് നമ്മുടെ കയ്യിൽ വേണമെങ്കിൽ ഈ എസൻഷ്യൽ ഓയിൽ ഒന്ന് തേച്ചിട്ട് ഇടുകയാണെങ്കിലും നല്ല പോലെ നമുക്ക് കളറ് കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് മെഹന്തി പ്രിപ്പറേഷനിൽ. കാരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ഇപ്പോൾ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം തന്നെ ഇത് കലക്കി വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമ്മളത് ഒരു ഓവർനൈറ്റ് വെച്ച ശേഷം നമുക്ക് കോണാക്കുകയാണെങ്കിൽ നല്ല പോലെ കളറ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് ഇടാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിൻ്റെ തലേദിവസം രാത്രി തന്നെ മെഹന്തിയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും. അതിനുശേഷം രാവിലെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ അപ്പോഴാണ് ഞാൻ മെഹന്തി ഇടുന്നത്. അതുപോലെ പിന്നത്തെ ഒരു ടിപ്പെന്ന് പറയുന്നത്, ഈ മെഹന്തി ഇട്ട് കഴിഞ്ഞ ശേഷം ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഷുഗർ വെള്ളത്തിൽ ഒന്ന് അലിയിച്ചിട്ട് അത് ഇതിൻ്റെ മെഹന്തിയുടെ മുകളിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ കളർ കിട്ടും കേട്ടോ നമുക്ക്. പിന്നെ അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത്, യൂക്കാലിപ്റ്റസ് ഓയിൽ ഒന്ന് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് ഇതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലും നല്ലപോലെ കളർ കിട്ടും. അതുപോലെ നമ്മൾ എന്താ പറയുക, നമ്മുടെ മെഹന്തി എടുത്ത് കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ വാഷ് ചെയ്യരുത് കേട്ടോ ഒരിക്കലും. അങ്ങനെ വാഷ് ചെയ്താലും നമുക്ക് കളർ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് സ്ക്രാച്ച് ചെയ്ത് കളഞ്ഞ ശേഷം ഏതെങ്കിലും നല്ലൊരു ഓയിൽ, കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും നല്ലൊരു ഓയിൽ ഇതിന് മുകളിലേക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് ആ കൈ അങ്ങനെ വെറുതെ വിട്ടേക്കുക. അപ്പോൾ അത് ഉടനെ തന്നെ വാഷ് ചെയ്യരുത്. കുറച്ച് കഴിഞ്ഞ ശേഷം അത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു കളർ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ചില മെഹന്തികൾ നമ്മൾ കളഞ്ഞ ശേഷം ഉടനെ തന്നെ നമുക്ക് കളർ കിട്ടണമെന്നില്ല. ചിലപ്പം രാവിലെ നമ്മളിട്ട് കയ്യിൽ നിന്നൊക്കെ റിമൂവ് ചെയ്ത ശേഷം ചിലപ്പോൾ വൈകിട്ടത്തേക്കൊക്കെ ചിലപ്പോൾ നല്ല ഡാർക്കായി വരുന്നത് കാണാം. അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെഹന്തിക്ക് കളർ കിട്ടാനുള്ള ടിപ്സൊക്കെ എല്ലാവരും ഓർത്ത് വയ്ക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് എന്നെ മെഹന്തി പ്രിപ്പറേഷൻ പഠിപ്പിച്ചത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ് കേട്ടോ. ആ ചേച്ചി നല്ലപോലെ മെഹന്തി പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ മെഹന്തി ഇടുന്നത് കാണാൻ തന്നെ ശരിക്കും നല്ല രസമാണ് കേട്ടോ. ശരിക്കും ഈ മെഹന്തി ഇടാന്ന് പറയുന്നൊരു കലയാണ്. നല്ലൊരു കഴിവ് ഉള്ളവർക്ക് തന്നെയാണ് ഇത് നന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ആ ചേച്ചിയൊക്കെ ഇടുന്ന അത്രയൊന്നും ഞാൻ ഇടുന്നത് വരില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ നല്ല രസമായിട്ട് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ചേച്ചിയെ കണ്ടിട്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം പഠിക്കാനും ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. പ്രത്യേകമായിട്ട് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല മെഹന്തി ഇടാനൊന്നും. ഇതൊക്കെ എന്താ പറയുക, ഒരു രസത്തിന് അങ്ങ് ചെയ്തു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് ആർട്ടിനോടൊക്കെ ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് വരച്ചൊരു ഫ്ലോയിൽ അങ്ങ് പോകുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. വരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എൻഡില്ലാതെ ഇങ്ങനെ പോയിക്കോളും. എങ്ങനെയൊക്കെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് തന്നെ വരും ഡിസൈൻസൊക്കെ. അപ്പോൾ ഇതാ ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ എസൻഷ്യൽ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത് ശരിക്കും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം തന്നെ യൂസ് ചെയ്യുക. കാരണം നമ്മുടെ കയ്യിലേക്ക് ഉപയോഗിക്കുന്നതായതുകൊണ്ട് നമ്മുടെ സ്കിന്നായിട്ടൊക്കെ ഒത്തിരി കോണ്ടാക്റ്റ് വരുന്നതുകൊണ്ടും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം വാങ്ങിക്കുക. നല്ല കമ്പനിയുടെ തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അലർജിക്ക് ആവാനും സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒത്തിരി ഡേഞ്ചേഴ്സ് ആണ് കേട്ടോ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബ്രാൻഡഡ് അല്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇച്ചിങ്ങോ അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല എസൻഷ്യൽ ഓയിൽ, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം തന്നെ വാങ്ങി ഉപയോഗിക്കുക കേട്ടോ. കുറേ പേരെ കല്യാണങ്ങൾക്കും അതുപോലെ പല പല ഒക്കേഷൻസിലൊക്കെ ഇട്ട് കൊടുക്കാൻ എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഇഷ്ടപ്പെടുമ്പോൾ അവരെ മുഖത്ത് ആ ഒരു ചിരി കാണാൻ നല്ല രസമാണ്. മനസ്സിന് വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല, അവരുടെ ആ ഒരു സന്തോഷം അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം അവരുടെ ആ ഒരു ചിരി, അവരുടെ ആ ഒരു സ്നേഹത്തോടുള്ളൊരു ഹഗ്ഗിങ് ഒക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിങ്ങനെ എന്നോട് ഇട്ട് തരണമെന്ന് ആവശ്യപ്പെടുന്ന ഒരാൾ ഞാൻ പിണക്കാറില്ല, എല്ലാവർക്കും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കുറേ എൻ്റെ കസിൻസിൻ്റെ കല്യാണത്തിനും ഒക്കെ ഞാനിങ്ങനെ ഇത് മെഹന്തി ഇട്ട് കൊടുത്തിട്ട് കുറേ പിക്ചേഴ്സ് എൻ്റെ കയ്യിൽ കാണും കേട്ടോ. ഫ്രണ്ട്സിൻ്റെയും അതുപോലെ അങ്ങനെ കുറേ പേരുടെ കയ്യിൽ ഇട്ട് കൊടുത്ത പിക്ചേഴ്സ് എൻ്റെ കയ്യിൽ കാണും. അതൊക്കെ ഞാനൊരു വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ പിന്നീട് ഒരിക്കൽ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഓർത്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും സ്റ്റേ സേഫ് ആൻഡ് ബൈ.